कभी कभी मेरे दिल में ख्याल आता है कि जैसे तुझको बनाया गया है मेरे लिए, कि जैसे तुझको बनाया गया है मेरे लिए। तू अब से पहले सितारों में बस रही थी कहीं, तुझे ज़मीं पे बुलाया गया है मेरे लिए। कभी कभी मेरे दिल में ख्याल आता है। നമ്മുടെ മിനിമം നമ്മുടെ ഏർലി ബേർഡ് ചെയ്യാനും എല്ലാം നമ്മൾ മിനിമം സീഡ് ഫണ്ടിങ് മിനിമം വേണം. അതുപോലെ PVC മിനിമം കൊടുക്കണം. അപ്പൊ ഇതൊരു പ്രാവശ്യം ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും PVC അതിന്റെ ആവശ്യം ഒരു പ്രാവശ്യം ചെയ്യാനേ അതിന്റെ ആവശ്യം. കാലാവധിക്ക് ശേഷം മാത്രമേ നമ്മളത് കട്ടാവുന്നത് മറ്റേത് ആഡ് ചെയ്യേണ്ട ആവശ്യം. അതുകൊണ്ടല്ലേ പറഞ്ഞു 100 വന്നാൽ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തോണ്ടിരിക്കണം. 7 മാസം അത് കട്ടാവുന്ന 2 വർഷം കട്ടാവും. ഒരു വലിയ എമൗണ്ട് ആയതുകൊണ്ട് ഞാൻ കുറച്ച് ബെനിഫിറ്റ് നടക്കുന്നുണ്ടാവും. ഇതിപ്പോ ഇതിൽ ഞാൻ തുറന്നു 3-4 ആൾക്കാർ ഇപ്പം ഒരാൾ ചെയ്തിട്ടുണ്ട് 18 ലക്ഷം ആക്കിയിട്ടുണ്ട്. ഒന്നും വരണ്ട അതെ ചേട്ടാ ഇവിടെ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കണം. ഇത് കാര്യപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഇത് കുറച്ച് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനാണ്. അതായത് 3,900 USDT അഥവാ നമ്മുടെ ബേസ് പ്രൈസ് ഞാൻ പറഞ്ഞിരുന്നു 130 രൂപയാണ് ബേസ് പ്രൈസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുന്നത് 3,900 USDT അഥവാ INR 5,07,000 രൂപ മെയിൻ അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയും അതേ ദിവസം തന്നെ സെയിം ഡേ 3,900 USDT അഥവാ 5,07,000 രൂപ സബ് അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മെയിൻ ID ക്വാളിഫൈ ആയിക്കൊണ്ട് 90 വെച്ച് ഡെയിലി ഇവിടെ വരുമാനം ലഭിക്കും. ഇവിടെ 90 വരുമാനം ലഭിക്കുന്നത് ഡെയിലി 35.1 USDT.
INR 45,563 രൂപ ഇവിടെ വരുമാനം ലഭിക്കും. 4,563. ക്ലിയർ അല്ലേ? ഇത്ര വരെ ക്ലിയർ? ഇതൊന്നും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കട്ടെ. അത് സജീവ് സാറ് ക്ലിയർ അല്ലേ? ഇവിടെ മെയിൻ അടിക്ക് 4,563 രൂപയാണ് വരുമാനം ലഭിക്കുന്നത്. ഞാൻ ഇത് നോർമലായിട്ട് ഇത് മാത്രം സൈഡിൽ റഫായിട്ട് ചെയ്ത നോർമലായിട്ട് 20 വെച്ച് സാധാരണഗതിയിൽ ലഭിക്കുന്നത് വെളിപടി ചെയ്യാതെ 1,014 രൂപയാണ് നോർമലി. 5,07,000 അല്ലെ? 5,07,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ 1,014 രൂപയാണ് വരുമാനം. 1,014 രൂപ നോർമലി 5,07,000 രൂപ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത് 35.1 USD, അതായത് 4,563 രൂപ ഇവിടെ ഡെയിലി വരുമാനം മെയിൻ അക്കൗണ്ട് ഹോൾഡർക്ക് വെളിപടി ചെയ്ത് ഇവിടെ 13,000 ക്രെഡിറ്റ് ആയി. നല്ല ക്രെഡിറ്റ്. കാരണം ആ ലീഡർഷിപ്പ് ക്വാളിറ്റി അത് ഇങ്ങനത്തോളം. കാരണം അശോക് സാറ്, കണ്ണൻ സാർ, അധ്യക്ഷൻ മനീഷ് സാർ, ഷായ സാർ, ഇതാണ് നമ്മുടെ ഓർഡർ. ആ ഓർഡർ അവരെ കണ്ടിട്ടാണ് അവർക്ക് ഡെയിലി കിട്ടുന്ന ആ $1 കഴിഞ്ഞ ദിവസം ഇട്ടില്ലേ മനീഷ് സാറിന്റെ 103-ലധികം US$ ഡെയിലി വരുന്ന ഒരാളാണ് മനീഷ് സാർ. അടുത്ത ട്രെയിനിങ് സെക്ഷൻ കൈകാര്യം ചെയ്ത മനീഷ് സാർ. നല്ലൊരു ക്ലാപ്പോട് കൂടി മനീഷ് സാറും ഷായി സാറും വേദിയിലേക്ക് സാധിക്കുന്നു. നല്ലൊരു ട്രെയിനിങ് സെക്ഷൻ കൈകാര്യം ചെയ്തിട്ട് എന്ന് മാത്രം ആശംസയോട് എത്തുന്നു. നന്ദി. താങ്ക് യു. ഡയറി എടുത്തില്ലേ? ഡയറി പേന എടുത്തില്ലേ? അതിപ്പോ നമ്മുടെ ഏർലി ബേർഡിന്റെ കാര്യങ്ങളാണ് മനീഷ് സാർ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളുടെ മൊബൈലിൽ കാൽക്കുലേറ്റർ നിങ്ങൾ ഓപ്പൺ ആക്കി വെക്കണം. കാൽക്കുലേറ്റർ ഓപ്പൺ ആക്കി വെച്ചിട്ട് സാർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നോട്ട് ചെയ്യുക, അത് വരക്കുക, എഴുതി വെക്കുക. ഇത് പറയാൻ കാരണം എന്ന് പറയുന്നത് ഇതിനൊരു സാധ്യതയെ കുറിച്ച് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഓക്കെ, റെഡി അല്ലേ? എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് കടന്നു വന്നിട്ടുള്ള നമ്മുടെ പ്രിയ അസോസിയേറ്റ്സിനെ എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം ഞാൻ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ മനീഷ് കണ്ണൂർ. എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു പ്രോഗ്രാമിന്റെ പ്രത്യേകത, ഇവിടെ ഒക്കെ ഇരിക്കുന്നത് ഈ സിസ്റ്റം, ഈ ബിസിനസ് സീരിയസ് ആയി ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന, അതായത് കോടീശ്വരനാകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് എന്റെ മുന്നിലിരിക്കുന്നത്. തീർച്ചയായിട്ടും 100% അത് ആ ഒരു കോടീശ്വരൻ എന്ന് പറഞ്ഞ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നു തന്നെ അതിലൊരു തർക്കവും വേണ്ട. ആ മേഡം അത്രയും എഫേർട്ട് എടുത്താണ്, സ്വന്തം താലിമാല പണയം വെച്ചിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും മേഡത്തിന് ഇന്ന് ഈ ചെയ്ത കാര്യം വലിയൊരു മഹത് കാര്യമായി മേഡത്തിന്റെ ജീവിതത്തിൽ പ്രതിഫലിക്കും. എന്തായാലും ഏറ്റവും വലിയ ഫിനാൻഷ്യൽ പീഡനത്തിലേക്ക് മേഡം എത്തുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് ചെറിയ ലഘുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആദ്യം പറഞ്ഞുകൊണ്ട് ഏർലി ബേർഡ് ഓഫറിന്റെയും സീലിംഗ് അച്ചീവേഴ്സിന്റെയും കുറച്ച് കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഈ ടീമിലുള്ള എല്ലാവർക്കും ഏർലി ബേർഡ് അച്ചീവ്മെന്റ് എന്താണ്, അതുപോലെ തന്നെ സീലിംഗ് അച്ചീവ്മെന്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് ഒന്നും കൂടി ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് നമ്മൾ ഇനി ചെയ്യാനുള്ള കാര്യങ്ങൾ, നമുക്ക് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞത് ഇവിടെ ഇരിക്കുന്ന ഒക്കെ ബിസിനസ് ഏറ്റെടുത്ത് നെഞ്ചോട് ചേർത്തിരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു സെഷൻ കൈകാര്യം ചെയ്തതിന് അതുകൊണ്ടാണ് ശരിക്കും. അപ്പോ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ വേൾഡ് ഇന്റർനാഷണൽ ഡിജിറ്റൽ ബാങ്കിംഗ് സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സീഡ് ഫണ്ടിങ് ചെയ്തുകൊണ്ട് $6 ട്രില്യൺ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടാണ് ഒരു വ്യക്തി കടന്നു വരുന്നത്. സീഡ് ഫണ്ടിങ് സിസ്റ്റത്തിന്റെ ഒന്നാമത്തെ പ്രോസസ്. സെക്കൻഡ് പ്രോസസ് എന്ന് പറയുന്നത് ടോക്കൺ ഫാമിംഗ്. ഒരു വിത്ത് ഇടുന്നു, പിന്നീട് കൊയ്തെടുക്കുന്ന സ്ഥലമാണ് ടോക്കൺ ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ടോക്കൺ ഫാമിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എത്രയാണോ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ടോക്കൺ ഫാമിംഗ് ചെയ്യുന്നത്, അഥവാ 100 USDT ആണ് ടോക്കൺ ഫാമിംഗ് ചെയ്യുന്നത്. ഈ 100 USDT
ടോക്കൺ ഫാമിംഗ് ചെയ്തുകൊണ്ട് പിറ്റേ ദിവസം മുതൽ 0.20 വെച്ച് ഡെയിലി പ്രോഫിറ്റ് സിസ്റ്റം നൽകുകയും ആ പ്രോഫിറ്റ് 33 മാസം 1000 ദിവസം കൊണ്ട് ഇരട്ടിക്കുന്ന ഒരു പ്ലാനാണ് സിസ്റ്റത്തിന്റെ ഒന്നാമത്തെ പ്ലാൻ എന്ന് പറയുന്നത്. അതിൽ നിന്ന് വളരെ ഡിഫറന്റ് ആയി, വളരെ വ്യത്യസ്തമായിട്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? എല്ലാവരും ആഗ്രഹിക്കുന്നത് പെട്ടെന്ന് പണം ഉണ്ടാക്കിക്കൊണ്ട് നമ്മളൊക്കെ പ്രശ്നങ്ങൾ തീർക്കണമെന്നാണ് ഈ നിൽക്കുന്ന ഞാനും ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സിസ്റ്റം. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് സുധീർ. കണ്ണൂരിൽ ചെക്കിക്കളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ. ഇതിന്റെ ഭാഗമായിട്ട് ഒരു 4 മാസമേ ആയിട്ടുള്ളൂ. 4-5 മാസം. സത്യം പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ വിശ്വസിക്കാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ്. കാരണം അവിടെ ബിസിനസ് ചെയ്തിട്ടുണ്ട്, നാട്ടിൽ ഗൾഫിൽ തന്നെ 2-3 ബിസിനസ് ചെയ്തു. നമുക്കറിയാതെ ഗൾഫിലുള്ള അവസ്ഥ, ഫണ്ടൊന്നും ഇല്ലാണ്ട് പോകുന്ന ആൾക്കാർ ഞങ്ങൾ. അപ്പോൾ ബിസിനസ് ചെയ്ത് പിന്നെ 1 വർഷമാകുമ്പോൾ തന്നെ പല റെന്റ് കാര്യങ്ങളെല്ലാം അപ്പോൾ ടെൻഷനാവും. അപ്പോൾ ആ ബിസിനസ്സിൽ നമ്മൾ കാൽക്കുലേറ്റ് ഉണ്ടാവും, ഇങ്ങനെ ഓരോന്നും കൂട്ടാന്നല്ലാതെ എനിക്ക് വേറെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നാട്ടിൽ വന്നിട്ട് പിന്നെ നമ്മൾ നിർമ്മാണ ആവശ്യത്തിലുള്ള സാധനങ്ങൾ റെന്റ് കൊടുക്കുന്ന ഒരു ഷോപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ എനിക്ക് അസുഖം വന്നു, സ്ട്രോക്ക് പോലെ. അത് സൈഡ് കംപ്ലീറ്റ് കറന്ന് അങ്ങനെ പോകുന്ന സമയത്ത് മൊത്തം ബ്ലാങ്ക് ആയിരുന്നു ആ സമയത്ത്. അപ്പോഴും ഷാജി സാറ് എന്നെ സമീപിച്ചത്, കാര്യങ്ങളെല്ലാം പറഞ്ഞു. അശോക് സാറ് അതുമായിട്ട് ബന്ധപ്പെട്ട് അശോക് സാറ് സംസാരിച്ചു. അപ്പം എനിക്കൊരു പ്രതീക്ഷ, വളരെ ചെറിയ പ്രതീക്ഷ. അതെന്താ ബിസിനസ് ഒരുപാട് ഞാൻ ചെയ്യുന്നു, ബിസിനസ് ഒക്കെ ചെയ്യാൻ പറ്റുമോ, സംസാരിക്കാൻ പറ്റുന്നില്ല, ഓർമ്മയുണ്ടാവില്ല. ചിലപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ നോട്ട് ചെയ്തിരിക്കുന്ന ഓർമ്മയുണ്ടാവില്ല. ഇങ്ങനെയുള്ള പ്രശ്നത്തിൽ നമുക്ക് ഒരിക്കലും അത് പറ്റുന്നില്ല. പിന്നെ അശോക് സാർ പിന്നെയും വീണ്ടും സംസാരിച്ചു. അപ്പോൾ എനിക്ക് പിന്നെ ഇരുന്ന് ചേർന്ന് എനിക്ക് എൻ്റെ വെയിറ്റ് കുറയാൻ തുടങ്ങി. അശോക് സാർ സംസാരിക്കുന്നുണ്ട്, ഷാജി സാർ അടുത്തുണ്ട്, എൻ്റെ വെയിറ്റിങ്ങിൽ കുറയാൻ തുടങ്ങി. പിന്നെ ഇവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല, കണ്ണ് നിറഞ്ഞു. വെയിറ്റ് കുറയാൻ ശരിക്കും പൊങ്ങി, കസേരയിൽ ഞാൻ ശരിക്കും എഴുന്നേൽക്കും അത്രയും ഹൈറ്റ് പൊങ്ങിയ മാതിരി എനിക്ക് തോന്നും. അപ്പോൾ എനിക്കുള്ള പ്രശ്നങ്ങളും എൻ്റെ മൈൻഡിലുള്ള എല്ലാം പോയി എന്ന് എനിക്ക് തോന്നുന്നു. അന്ന് ആ ദിവസം മുതൽ ഞാൻ ഒരു തീരുമാനം എടുക്കും. ഷാജി സാറിനെ പറഞ്ഞു, അന്നും ഞാൻ ജോയിൻ ചെയ്തതാണ്. പിന്നെ ഞാൻ എന്നെ വിശ്വസിക്കാൻ തുടങ്ങിയ, ഞാൻ പറയുന്ന വാക്കുകൾ അതിലിരിക്കുന്ന ആൾക്കാർ അവർ വിശ്വസിക്കും. അങ്ങനെ 10-30 പേരെ എനിക്കിതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റി. ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇങ്ങനെ ആ ലെവലിൽ ഇങ്ങനെ പോകുന്നു. ഇനി രക്ഷപ്പെടും എന്നുള്ള പൂർണ്ണമായ വിശ്വാസമുണ്ട്. പറയല്ല. എൻ്റെ പേര് സജീവൻ, കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് സ്വദേശിയാണ്. 25 വർഷം പ്രവാസിയായിരുന്നു. നല്ല രീതിയിൽ നാട്ടിൽ തിരിച്ചു വന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇന്നപ്പോഴൊരു ബിസിനസ് ഏറ്റെടുത്തു. വളരെ നല്ല രീതിയിൽ ബിസിനസ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പുഷ്പ മേഡം, പേരാവൂരുള്ള പുഷ്പ മേഡമാണ് എന്നോട് ഈ അവസരം പറഞ്ഞത്. അപ്പോൾ ആനന്ദ് സാർ പറഞ്ഞ പോലെ നമ്മൾക്ക് നല്ല വരുമാനം കിട്ടുന്ന ഒരു കൺസെപ്റ്റ് ഏറ്റെടുത്ത് നടത്തുമ്പോൾ നമ്മൾക്ക് വേറെ ഒന്നും പറഞ്ഞാൽ തലയിൽ കയറത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അതിന് സമയമായിട്ടില്ലായിരിക്കും. പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലൊരു സ്റ്റക്കായി വരുമാനമൊന്നും ഇല്ലാത്തൊരു അവസരത്തിൽ അങ്ങനെയാണ് ഞാൻ ഏറ്റെടുത്തത്. ഇപ്പോൾ സീലിംഗ് അച്ചീവ്മെന്റ് നേടിയിട്ടുണ്ട്. നല്ലപോലെ ഏറ്റെടുത്ത് ചെയ്തു ആകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ശ്രമത്തിലാണ്. ഇവിടെയുള്ള എല്ലാവർക്കും ഓഫീസർമാരും എല്ലാവരും ഉണ്ടാകുന്ന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഈ മീറ്റിംഗിന്റെ അപ്പനെ രാജീവൻ സാറാണ് ഈ ഫീൽഡിൽ കൊണ്ടുവന്നത്. 2023 ഡിസംബർ മാസമാണ് ഞാൻ ഈ ഫീൽഡിൽ വന്നത്. അത് മുതൽ ഇന്ന് വരെ ഞങ്ങൾ തീരുമാനം രാജീവൻ സാറിനോട് പറഞ്ഞു വെച്ചാൽ നമുക്ക് ഒന്നിച്ച് മുന്നേറാം, ഒന്നിച്ച് പ്രവർത്തനം നടത്താം. അങ്ങനെ ഞങ്ങൾ ടീം വർക്ക് നമ്മുടെ മനസ്സിലാക്കിയിട്ടില്ല. സെക്രട്ടറിയും സർക്കാരിന്റെയും അങ്ങനെയാണ് നമ്മളൊന്ന് നിയറസ്റ്റ് ആയിട്ട് മനസ്സിലായത്. ഹലോ 2021 അർജന്റ് നടന്നിട്ടുണ്ട്. 3 മാസം ആയില്ല തോന്നിട്ട് സുധീർ സാറാണ് പരിചയപ്പെടുത്തത്. ഈ കൂടി ഇരിക്കാതെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ കണ്ടെത്തി. അപ്പൊ ഇത് വളരെ ഗംഭീരമായിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഈ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും കണ്ണൂർ പാർട്ട്നേഴ്സ് ക്ലബിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ ഗ്രൂപ്പ് ഇന്നത്തെ ഇത് സംഘടിപ്പിച്ച നമ്മളെ ഗ്രേറ്റ് ലീഡർമാരായ മനീഷ് സാറിനും ഷായ് സാറിനും വലിയൊരു നന്ദി പറയുകയാണ്.
അടുത്ത ഷായി സാറ് പറഞ്ഞിട്ടുള്ള ആ പരിപാടി എന്തായാലും നമ്മൾ നടത്തണം. കാരണം അങ്ങനെ നമുക്ക് ഊർജ്ജം കിട്ടില്ല. ഞാൻ സത്യത്തിൽ പറയാം, ഞാൻ ഇന്ന് കഴിഞ്ഞ മീറ്റിംഗ് ഞാൻ ഇത്രയും പറഞ്ഞിട്ടില്ല. കാരണം ഞങ്ങൾക്ക് അങ്ങനെ കഴിവില്ല. അപ്പോൾ അത് ഉണ്ടാക്കി എടുക്കണം. അപ്പം അതെനിക്ക് വളരെ അത്യാവശ്യം. കാരണം ഞാൻ പോലീസ് തന്നെ ഞാൻ ഈ രണ്ടു ഭാഗം സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൽ വളരെ കൂടുതൽ മെച്ചപ്പെട്ട് വരുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത് ഉണ്ടായിട്ടില്ല, അത് കിട്ടിയിട്ടില്ല. അതാണ് കാരണം പോലീസിനെ പണിയെടുത്തു, പോലീസിനെ പണി നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അതെല്ലാവരും എന്നെ ഇപ്പോൾ പറയുന്ന കാര്യമാണ്. അതല്ല, അത് കൂടുതൽ എനിക്ക് പൊതുവായിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങളിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു പോരായ എനിക്ക് ഇപ്പം ഉണ്ട്. അപ്പോൾ അത് ഇത്തരം കാര്യങ്ങൾ സംഘടിപ്പിച്ചാൽ മാത്രമേ നമുക്ക് നേടാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് കൂടുതൽ എനർജിയോട് കൂടി നമുക്ക് അടുത്തൊരു പരിപാടി വിജയിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, എൻ്റെ ഈ കയ്യിരിക്കുന്ന ക്യാഷ് കണ്ടോ, ഇതാണ് എല്ലാം. ഈ പണം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളെ മുഖം തിരിച്ചവൻ മുഖത്തേക്ക് നോക്കും, നിങ്ങളെ പുച്ഛിച്ചവൻ വാഴ്ത്തി പറയും, നിങ്ങളെ ആട്ടി ഒട്ടിച്ചവൻ ചേർത്ത് നിർത്തും, വില തരാത്ത ഇടങ്ങളിൽ നിങ്ങളെ വിലയിട്ട് തുടങ്ങും. മണി മേക്സ് പവർ, പവർ മാനിപ്പുലേറ്റ് എവരിത്തിങ്.